ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്തിന്റെ അതിക്രൂര പീഡനത്തിനിരയായ പോസ്കോ അതിജീവിത മരണത്തിന് കീഴടങ്ങി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു, തലഭിത്തിയിലിടിപ്പിച്ചു, ശ്വാസം മുട്ടിപ്പിച്ചു, ഒരു രാത്രി മുഴുവൻ അതിക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കി. മരണത്തോട് മല്ലടിച്ച് വെന്റിലേറ്ററിൽ കഴിഞ്ഞത് 6 ദിവസം. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അതിക്രൂരതയ്ക്കാണ് ചോറ്റാനിക്കരയിലെ പോസ്കോ അതിജീവിത കൂടിയായ പെൺകുട്ടി ഇരയായത്. മരുന്നുകളോട് പ്രതികരിക്കാതെ അനക്കമറ്റ് വെന്റിലേറ്ററിൽ കഴിയുമ്പോൾ ജീവിതത്തിലേക്ക് മകൾ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ പെൺകുട്ടിയുടെ അമ്മ ICUവിന് വെളിയിൽ കാത്തിരുന്നു. പക്ഷേ അവൾ ഈ ലോകത്തു നിന്നും മറ്റൊരു ശാന്തസുന്ദരമായ ലോകത്തിലേക്ക് അവൾ യാത്രയായി. കഴുത്തിൽ കയർ മുറുകി, കയ്യിൽ മുറിവേറ്റ് അർദ്ധനഗ്ന നിലയിലായിരുന്നു പെൺകുട്ടിയെ വീട്ടിൽ കണ്ടെത്തിയത്. അമ്മയുമായി അത്ര സൗഹൃദത്തിലായിരുന്നില്ല എന്നതിനാൽ പെൺകുട്ടി വീട്ടിൽ തനിച്ചായിരുന്നു താമസം. അപ്രതീക്ഷിതമായി ഒരു ബന്ധുവീട്ടിലെത്തിയപ്പോഴാണ് പെൺകുട്ടിയെ അവശനിലയിൽ വീട്ടിൽ കണ്ടത്. കയ്യിലെ മുറിവിൽ ഉറുമ്പരിക്കുന്നുണ്ടായിരുന്നു. പ്രതി അനൂപ് ആദ്യമായല്ല പെൺകുട്ടിയെ മർദ്ദിക്കുന്നത്. സംശയ സ്വഭാവമുണ്ടായിരുന്ന യുവാവ് പതിവായി പെൺകുട്ടിയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. 1 വർഷമായുള്ള സൗഹൃദം ഉടലെടുത്തത് ഇൻസ്റ്റാഗ്രാമിലൂടെയായിരുന്നു. മറ്റ് യുവാക്കളുടെ പേര് പറഞ്ഞ് മകളെ യുവാവ് ഉപദ്രവിക്കുമായിരുന്നുവെന്നും ഈ ബന്ധം വേണ്ടെന്ന് പല പ്രാവശ്യം മകളോട് പറഞ്ഞതായും പെൺകുട്ടിയുടെ അമ്മയും വെളിപ്പെടുത്തിയിരുന്നു. യുവാവ് തൻ്റെ മകളെ നിരന്തരം മർദ്ദിക്കുമായിരുന്നു. മിക്കവാറും വീട്ടിൽ വരുമായിരുന്നു. ആദ്യം ഒന്നും അറിഞ്ഞിരുന്നില്ല. മകളെ ഉപദ്രവിക്കുന്നതായും തോന്നിയിരുന്നില്ല. ആദ്യം ഒരു തവണ മൂക്കിൻ്റെ പാലത്തിന് പൊട്ടലുണ്ടായിരുന്നു. പിന്നീട് ചെവിക്കും കണ്ണിനും പരിക്കുണ്ടായിരുന്നു. വീണതാണ് എന്നാണ് മകൾ പറഞ്ഞതെന്നും അമ്മ പറഞ്ഞു. യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു എന്നും മരിച്ചെന്ന് കരുതിയാണ് സ്ഥലം വിട്ടതെന്നും യുവാവ് മൊഴി നൽകിയതായി പോലീസ് പറയുന്നു. ഇയാൾ പെൺകുട്ടിയോട് ചത്തൂടെ എന്ന് ചോദിച്ചതായും പോലീസ് പറയുന്നു. ഇതിനുശേഷമാണ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പെൺകുട്ടി ഷാളിൽ തൂങ്ങി മരണവെപ്രാളത്തിലായതോടെ ഇയാൾ ഷാൾ മുറിച്ചു. അതിനുശേഷവും അനൂപ് പെൺകുട്ടിയെ ഉപദ്രവിച്ചതായും പിന്നീട് മരിച്ചെന്ന് കരുതി രക്ഷപ്പെടുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കെതിരെ ബലാത്സംഗം, വധശ്രമം എന്നീ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു. പെൺകുട്ടി മരിച്ച സാഹചര്യത്തിൽ മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് കേസെടുക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കേസ് എടുത്താലെന്താ, കേസ് എടുത്തില്ലെങ്കിലെന്താ? ഒരു നിരപരാധിക്ക് ഇവിടെ ജീവിക്കുവാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ആ കുട്ടിയുടെ വേർപാട്.